ഹലോ ഓൾ, ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. അതിനായി ഞാനിവിടെ ഒരു 1/2 കിലോയോളം നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നല്ല നാടൻ നെല്ലിക്കയാണ്. അത് നമുക്ക് നടുവിലൂടെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇടവിട്ട് മുറിക്കാം. ഇത് നെല്ലിക്കയിലേക്ക് ഉപ്പും എരിവും എല്ലാം പെട്ടെന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ ചെറിയ നെല്ലിക്കയും 2 വലിയ നെല്ലിക്കയും എടുത്തിട്ടുണ്ട്. കിട്ടിയപ്പോൾ എല്ലാം കൂടെ അങ്ങനെ ഇട്ടു, അത്രേ ഉള്ളൂ. ഇനി വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് സ്റ്റീമർ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ നെല്ലിക്ക മുഴുവൻ ഇടാം. പാത്രം അടച്ചിട്ട് ആവി കയറ്റാം. നെല്ലിക്ക നന്നായിട്ട് വേവണം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അതിലേക്ക് 1 ഗ്ലാസ് വിനാഗിരി ഒഴിക്കാം. അതായത് 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ഗ്ലാസ് വിനാഗിരിയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 പിടി കല്ലുപ്പിടാം. കല്ലുപ്പാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കല്ലുപ്പ് നന്നായിട്ട് അതിനകത്ത് അലിഞ്ഞു ചേരണം. ഇനി എരിവിനായി അല്പം കാന്താരി മുളക് എടുക്കാം. അത് നമുക്ക് ചതച്ചാണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ എനിക്ക് ചതച്ചിടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ എരിവ് പെട്ടെന്ന് അതിനകത്തേക്ക് നെല്ലിക്കയിലേക്ക് പിടിക്കും. ഇവിടെ 1 പിടിയോളം കാന്താരി എടുത്തിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് ചതയ്ക്കാം. ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് ചതഞ്ഞ് വരുന്ന അതിലെ തരികളൊന്ന് പുറത്ത് വരുന്ന രീതിയിൽ മാത്രം പിടിച്ചാൽ മതി. ഇനി നമുക്ക് ആവി കയറ്റാൻ വെച്ചിരിക്കുന്ന നെല്ലിക്ക എന്തായെന്ന് നോക്കാം. നെല്ലിക്ക നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് ആ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വയ്ക്കും. 5 മിനിറ്റ് 10 മിനിറ്റോളം തന്നെ നമുക്ക് വെക്കാം. ഒരു ചില്ല് കുപ്പി എടുക്കുക. അതിലേക്ക് ആദ്യം കുറച്ച് കാന്താരി, പിന്നെ നെല്ലിക്ക ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കാം. ഓരോ നെല്ലിക്കയും അല്ലെങ്കിൽ 1 പിടിയോളം ഇട്ടിട്ട് നിറയ്ക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് അതിന് മുകളിലൂടെ കാന്താരി കുറച്ചുകൂടെ വെതറായിട്ട് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിക്കാം കേട്ടോ. നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് തയ്യാറായിട്ടുണ്ട്. ഒരാഴ്ച അല്ലെങ്കിൽ 10-15 ദിവസം കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും.